ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമ. അവൻ പറഞ്ഞു, ഒരു മനുഷ്യനു 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്ക് ഭാഗിച്ചു. ഏറെ താമസിക്കാതെ ഇളയവൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ചു. സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാകുകയും അവൻ ഞെരുക്കത്തിലാകുകയും ചെയ്തു. അവൻ ആ ദേശത്ത് ഒരു പൗരൻ്റെ അടുത്തേക്ക് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കുവാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്നത്, അപ്പൻ 2 മക്കൾക്കായി സ്വത്തുകൾ ഭാഗിച്ചു കൊടുത്തു. ഒരാൾ അതെല്ലാം വിറ്റ് നശിപ്പിച്ച് എല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരികെ വരുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. സ്നേഹതുല്യനായ പിതാവ് തൻ്റെ മകനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മാതാപിതാക്കൾക്ക് മക്കൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അവരുടെ ഒരു ആലിംഗനം കൊണ്ട് എല്ലാം അലിഞ്ഞു പോകും. ഈശോ നമ്മുടെ ഇടയിലും ഇതുതന്നെയാണ് ചെയ്യുന്നത്. നാം എത്ര വലിയ തെറ്റ് ചെയ്താലും ഈശോ ക്ഷമിക്കും. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും പിതാവ് നമുക്ക് മാപ്പ് തരും. ക്ഷമിക്കുക സ്നേഹത്തിൻ്റെ വലിയ ഒരു സ്വത്താണ്. ഇവിടെ ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ തൻ്റെ മക്കൾ തന്നോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നോയമ്പ് കാലഘട്ടത്തിൽ നാം അവരോട് ക്ഷമിക്കുകയും മാപ്പ് അപേക്ഷിക്കുന്നവർക്ക് കരുണ കാണിക്കുകയും ചെയ്യുക. ഈ സുവിശേഷ ഭാഗം ധൂർത്തപുത്രൻ്റെ ഉപമ നാം ഓരോരുത്തരെയും ഈ നോമ്പ് കാലഘട്ടത്തിൽ മാനസാന്തരത്തിൻ്റെ വലിയ ഒരു ഉപമകളിലൂടെയാണ് ഈശോ നമ്മെ നടത്തുന്നത്.
ഈശോയുടെ മക്കളായ നാം പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഇന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.